ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം സെപ്റ്റംബർ മധ്യത്തോടെ ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഡേറ്റ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സെപ്റ്റംബർ 16-ാം തീയതി തൊടുപുഴയിൽ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസത്തോടെ തന്നെ സിനിമ പാക്കപ്പ് ആകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത് സംവിധായകൻ ജിത്തു ജോസഫിനെ കുറിച്ചാണ്. ഈ 2025 എന്ന വർഷം ഒരു സിനിമ തന്നെ പല സംവിധായകരും പൂർത്തീകരിക്കാനായിട്ട് പാടുപെടുമ്പോൾ ജിത്തു ജോസഫ് ഈ വർഷം സംവിധാനം ചെയ്യുന്നത് 4 സിനിമകളാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സിനിമ മിറാഷ് എന്ന ആസിഫ് അലി നായകനെത്തുന്ന സിനിമയായിരുന്നെങ്കിൽ മിറാഷിന് പിന്നാലെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജിത്തു ജോസഫ് സിനിമ അത് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ്. ചിത്രത്തിൽ ജോജി ജോർജ്, ബിജു മേനോൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു. അതിനുശേഷം ജിത്തു സംവിധാനം ചെയ്യാനിട്ടിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3 എന്ന ലാലേട്ടൻ സിനിമ. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ സെപ്റ്റംബർ 16-ന് ആരംഭിക്കുമെന്ന റിപ്പോർട്ടും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൃശ്യം 3 ഷൂട്ട് പൂർത്തിയാക്കിയാൽ ഡിസംബറിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിട്ടിരിക്കുന്നത് ഫഹദ് നായകനെത്തുന്ന സിനിമയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി കൂടിയാണ് ഈ കോർട്ട് റൂം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അഭിനയിക്കുക എന്നത് പോലും നമ്മുടെ മലയാളത്തിലെ പല നടന്മാർക്കും പാടാണ്. അതേസമയമാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജിത്തു ജോസഫിന് 2025 കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ 80-90 കാലഘട്ടങ്ങളിൽ ഒരുപാട് സംവിധായകർ ഒരു വർഷം തന്നെ ഒരുപാട് സിനിമകൾ ചെയ്ത ചരിത്രം നമ്മുടെ മലയാളം സിനിമയ്ക്കുണ്ട്. ഈ വർഷം മാത്രമല്ല 2020-ന് ശേഷം ഏറ്റവും അധികം സിനിമകൾ സംവിധാനം ചെയ്ത മലയാളി സംവിധായകനും ജിത്തു തന്നെയായിരിക്കും. 2020 വർഷത്തിന്റെ ആദ്യം റാം സംവിധാനം ചെയ്താണ് തുടങ്ങിയതെങ്കിലും ദൃശ്യം 2 ആണ് ആ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കിയത്. പിന്നെ ദൃശ്യം 2-ന്റെ തെലുഗു പതിപ്പ് കൂമൻ, 12th മാൻ, നേര്, നുണക്കുഴി ഉൾപ്പെടെയുള്ള ഒട്ടനേകം സിനിമകളാണ് ഇക്കാലയളവിൽ ജിത്തു ജോസഫ് എന്ന ത്രില്ലർ സിനിമകളുടെ മികച്ച സംവിധായകൻ സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയത്. അപ്പോൾ കാത്തിരിക്കാം അടുത്ത ജിത്തു സിനിമകൾക്കായിട്ട് ദൃശ്യം 3യുടെ കൂടുതൽ വാർത്തകൾക്ക്.